ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയ വിശേഷങ്ങളല്ല കേട്ടോ, ഒരു ഇച്ചിരി നീണ്ട വിശേഷമാണ്. അപ്പം ഇന്ന് പൊങ്കാലൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കാണുക. വീഡിയോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ച് വീഡിയോ ഒന്ന് കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. രാവിലത്തെ കാപ്പുടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പം ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പം നമ്മുടെ ഇവിടങ്ങളിലെല്ലാം ഒത്തിരി പേര് വീടുകളിൽ ഇടുന്നുണ്ട് കേട്ടോ. വീടുകളിൽ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം വീട്ടിൽ ഇങ്ങനെ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പറ്റുമോ ഇല്ലയോ, എനിക്ക് അതിനെപ്പറ്റി എനിക്കൊന്ന് കൊറോണയ്ക്ക് ശേഷം തോന്നുന്നു ഇങ്ങനെ വീടുകളിലൊക്കെ എല്ലാവരും ഇടുന്നത്. അതിന് മുമ്പ് അവിടെ തന്നെ പോയാണ് എല്ലാവരും ഇട്ടുകൊണ്ടൊക്കെ ഇരുന്നെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, എൻ്റെ ഒരു ഊഹം പറഞ്ഞാണ്. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ചേച്ചി ആറ്റുകാൽ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ അവിടുത്തെ വീഡിയോസൊക്കെ എനിക്കിവിടെ ഇടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത്ര ഒന്നും ചെയ്യാനായിട്ട് എൻ്റെ കാലിപ്പോൾ വയ്യാത്തതുകൊണ്ടാണ് അച്ഛൻ കൂട്ടിയ കൂടുതൽ അത്രയും, അതുകൊണ്ടാണ് ഇടായിരുന്നത്. പക്ഷെ അവരെല്ലാം ഇടുന്ന കാണുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. എനിക്കിവിടെ ഒന്ന് ഇടാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ഓർത്ത്. അപ്പം നമുക്ക് അവിടുത്തെ ആ ഒരു ആറ്റുകാൽ പൊങ്കാല എനിക്കറിയത്തില്ല ഇങ്ങനെ വീടുകളിൽ ഇങ്ങനെ പൊങ്കാല ഇടുന്നതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളൊന്നും എനിക്കത്ര നമുക്ക് ചേച്ചിയോട് ചോദിക്കാമെന്ന് ഓർത്ത്. പുള്ളിക്കാരിക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാം കേട്ടോ ചേച്ചിക്ക്. അപ്പം ഞാൻ അവിടുത്തെ പൊങ്കാല ഇടുന്നതിൻ്റെ വീഡിയോസൊക്കെ കാണിക്കാതെ അപ്പം അറിയാൻ മേലത്തരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാനും ഒക്കെ വേണ്ടിയാണ്. അപ്പം ഇനി അടുത്ത വർഷം അമ്മ അനുഗ്രഹിച്ചാൽ എനിക്ക് ഇവിടെ മുറ്റത്ത് പൊങ്കാല ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഇടാൻ പറ്റിയാൽ ഇടാം. അപ്പം ഞാനിപ്പോൾ അവിടോട്ട് പോയി. അവിടുത്തെ ചേച്ചി ഇപ്പോൾ തുടങ്ങി കാണും. 10 മണിക്കെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ 10:30 ആകാറായിരുന്നു. അപ്പം അടുപ്പൊക്കെ കത്തിച്ച് തുടങ്ങി കാണുമായിരിക്കും. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഓർത്തെന്ന് പറയാം ആറ്റുകാൽ പൊങ്കാല നിൽക്കുന്ന വെളുപ്പിനായിരിക്കും ഇടുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നമ്മുടെ അമ്പലത്തിൽ അന്ന് വെളുപ്പിനില്ലായിരുന്നു. അത് സൂര്യഭഗവാനുള്ള പൊങ്കാലയായിരുന്നു. അതുകൊണ്ടാണ് വെളുപ്പിന് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഇട്ടത്. ഇവിടെ അങ്ങനെയല്ലെന്ന് പറഞ്ഞു 10 മണിക്ക്. അപ്പം അതിനെപ്പറ്റി എനിക്കൊന്നും വയസ്സതായിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും പറയാൻ പറ്റത്തില്ല. വീഡിയോയിലൂടെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ കേട്ടോ. അതുപോലെ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പൊങ്കാല വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാമേ. ഇതുണ്ട് വഴിയെല്ലാം നല്ലപോലെ ക്ലീനാക്കി തൂത്ത് തീയിട്ട് എല്ലാം വൃത്തിയാക്കിയൊക്കെ. അപ്പം നമ്മുടെ വീടിൻ്റെ ഇവിടുന്ന് തൊട്ടടുത്ത വീട് മതിലിൻ്റെ വ്യത്യാസമുള്ളൂ അപ്പുറത്തും ഇപ്പുറത്തായിട്ട്. അല്ലൂസേ പാത്തിരിക്കുന്നേ. കിട്ടിയില്ലേ? ആണോ? എല്ലാം റെഡിയാക്കി ചേച്ചി. 10:30 10:30 അവിടെ കത്തിക്കുന്നല്ലേ? നമ്മൾ ഈ ആറ്റുകാൽ പൊങ്കാല ഇടുന്നതേ അത് നമ്മൾ വീട്ടിൽ ഇടുന്നോണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാ? വീടെല്ലാം നല്ല ശുദ്ധീകരിച്ച് വീടും പരിസരവും മനഃശുദ്ധി, പരിസരശുദ്ധി, ദേഹശുദ്ധി ഇത്രയും വേണം നമുക്ക്. വീടെല്ലാം വൃത്തിയാക്കി നേരത്തെ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ എടുക്കണം. പരിസരമൊക്കെ ഞാൻ കുറെ ദിവസം കൊണ്ട് കാണുന്നുണ്ട് ചേച്ചി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളെന്തും അമ്പലത്തിൽ പോയി ചെയ്യുന്ന കൊണ്ട് വീട്ടിലൊക്കത്തില്ല. നമ്മളെ കൊണ്ട് കഴിയാവുന്ന പരമാവധി വൃത്തിക്ക് ഇവിടെ മാംസാദികളൊന്നും 5-6 ദിവസത്തേക്ക് നമ്മുടെ വീടുകളിലും കൊണ്ട് കേട്ടത്. പിന്നെ അങ്ങനെയൊക്കെ വേണം പൊങ്കാല ഇടാൻ. വീട്ടിലുള്ളവരെല്ലാം പൊങ്കാല ഇടാനുള്ള തയ്യാറെടുപ്പോടുകൂടി എല്ലാവരും. അല്ലാതെ ഒരാൾക്ക് മീൻ വേണം, ഒരാൾക്ക് ഇറച്ചി വേണം, ഒരാൾക്ക് വെജിറ്റബിൾ വേണം, അങ്ങനെയില്ല. മൊത്തമേ വേണ്ടാണ് ഉപേക്ഷിക്കും. എന്നാലേ നമുക്ക് വീട്ടിൽ പൊങ്കാല ഇടാം. കാരണം അമ്മയ്ക്ക് കൊടുക്കുന്ന നേദ്യം അമ്മ നമ്മളോട് ആവശ്യപ്പെട്ടില്ല, നമ്മളാ അങ്ങോട്ട് അമ്മ ആഗ്രഹിച്ച് ചെയ്തത്. അപ്പൊ അത്രയ്ക്ക് ശുദ്ധിയോടുകൂടി വേണം. ശുദ്ധിയോടും ഭക്തിയോടും കൂടി വേണം ചെയ്യാൻ. നമ്മളതിന് അമ്പലത്തിൽ വല്ല വഴിപാട് അങ്ങനെ ഗണപതി ഹോമം നടത്തും, തടസ്സങ്ങളൊന്നും ഇല്ലാതെ. അമ്പലത്തിൽ നമ്മുടെ അമ്പലത്തില് ഗണപതി ഹോമം നടത്തിയിട്ട് നമ്മളിത് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു നേദ്യം ശരിയാണോ, ഇതിന്റെ കൂട്ടും കാര്യങ്ങളും എല്ലാം റെഡിയായി വന്നേലേ ഒരു പൊങ്കാലയാകും. നമ്മൾ അടുപ്പ് കത്തിച്ച് വെക്കുവല്ലല്ലോ. 10:30 ആകുമ്പോഴത്തേക്ക് കത്തിക്കും. നമ്മൾ ആറ്റുകാൽ തന്നെ പോയി പൊങ്കാല ഇടണമെന്ന് അങ്ങനൊന്നുമില്ല. എന്നും ഇപ്പൊ നമുക്ക് ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകാനുള്ള സാഹചര്യം എല്ലാവർക്കും ഒക്കത്തില്ല. എനിക്കാണെങ്കിൽ അത്രയും ദൂരെ യാത്ര ചെയ്യാൻ എനിക്ക് 3 ഐറ്റം ഞാൻ ഉണ്ടാക്കാം. അത്രയും കൂടെ നമുക്ക് തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ. 3 ഐറ്റം എന്ന് പറയുമ്പോൾ 3 ഐറ്റം എന്ന് പറഞ്ഞാൽ 1 പൊങ്കാല പായസം, 2 മണ്ടപ്പുറ്റ്,
തേരളി. ആ ഇത് 3 കൂട്ടം. ആ ഈ ഒരു അടുപ്പിൽ തന്നെ. ആ ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴേ അടുത്ത എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. അടുപ്പ് വെച്ചാൽ മതി. എനിക്ക് ചെറുപയർ പൊടി, അരിപ്പൊടിയും കൂടെ, തേങ്ങയും ശർക്കരയും എല്ലാം ഇട്ട് പഴമിട്ട് വേണം, അല്ല വെള്ളമൊന്നും ചേർക്കരുത്. ജീരകമൊക്കെ ഇട്ട് അത് നമ്മുടെ തലയ്ക്ക് ഉള്ള അസുഖത്തിനൊക്കെ പിന്നെ നേർച്ച പറയുന്ന അമ്മ. ചേച്ചി നേർച്ച പറഞ്ഞ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ 5 വർഷത്തിന് മുമ്പേ പറഞ്ഞു. പക്ഷെ പോയി അവിടെ ചെന്ന് ഈ ഇഡലി കുട്ടകമൊക്കെ പോയി ഇടാനുള്ള ഒരു സാഹചര്യമൊക്കെ ഇടും. കൊറോണ വന്ന് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല. 6-7 വർഷം ഇട്ടതാ അമ്മയുടെ അടുത്ത് പോയി. പിന്നെ ഇതിപ്പോ ഈ പ്രാവശ്യം വീട്ടിലായോണ്ട് സൗകര്യമുണ്ട് അതെല്ലാം ഇടാവുന്ന. അത് വഴനയിലേക്കകത്തോണ്ട്? അത് തേരളി വഴനയിലേക്കകത്ത്. മറ്റേ മണ്ടപ്പൂറ്റ് അല്ലാതെ നമ്മൾ ഉരുള ഉരുട്ടി തേങ്ങാപ്പീരയും ശർക്കരയും. വഴനയില ഞാൻ ചോദിച്ചു ഇന്നലെ ചേച്ചി, വഴനയിലയുടെ കാര്യം കിട്ടിയോ? നമ്മുടെ ഇവിടെ കാവടയിൽ അതിനകത്തുണ്ടായിരുന്നല്ലേ? ചെറിയ വെട്ടിയത്തിന്റെ പുതിയത് കളിച്ചു. എനിക്ക് ഇതിനെ പറ്റി അറിയത്തില്ലായിരുന്നേ, പക്ഷെ അതുപോലെ അറിയാത്ത ഒത്തിരി പേര് കാണും. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അമ്മ സർവ്വവ്യാപിയാ. അമ്മ എല്ലായിടവും വരും. അതുപോലെ നമ്മളിപ്പോ പൊങ്കാല അമ്മ നമ്മളെ അനുഗ്രഹിക്കും. ആദ്യമായിട്ട് നമ്മൾ ആറ്റുകാല് പോയിടണമെന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. വീടുകളില് അതിനൊന്നുമില്ല. നമ്മളെന്തായാലും വർഷത്തിലൊരിക്കൽ ആറ്റുകാലിൽ പോയി അമ്മയുടെ പോയി തൊഴത്തി. പിന്നെ പൊങ്കാലയ്ക്ക് ഇപ്പൊ ചെന്നാലും തൊഴാനില്ല, തൊള്ളിനിടെ പറ്റത്തില്ല. നമ്മുടെ മനസ്സാ, നമ്മുടെ മനസ്സിന്റെ ആ ഒരു തൃപ്തി. അല്ലു ഇവിടെ ഇരിക്കുവാണോ? അല്ലു ധനു ഉണ്ട്. ധനു പാവം. അയ്യോ പാവം, രണ്ടുപേരും പായസത്തിനൊക്കെ നോക്കി. ധനു ഇങ്ങോട്ട് കാലിട്ട് പോകാൻ വീട് ശരിക്കും പായസമൊക്കെ തരാമെന്ന് പറഞ്ഞേ ഇല്ല. ഓ, അഞ്ജുവിന്റെ ഇടപാട് വരും തോന്നുന്നു. നെയ്യും കർപ്പൂരം കൂടെ ഒഴിച്ചല്ലേ? എല്ലാം തൊണ്ടും ഒരു ഗണപതി ഒരിക്കലും എന്തെല്ലാം സാധനം ഉണ്ട് അതെല്ലാം അടുപ്പിലാക്കി അടുപ്പ് എല്ലാം ഒരു കലമെല്ലാം ഒരുക്കി, കലമൊക്കെ കണ്ട മാലയൊക്കെ കിട്ടി മാവല കൊണ്ട് അത് 7, 9, 12 അങ്ങനെയുള്ള കണക്കുണ്ട്. ചുമ്മാ കെട്ടരുത്. കട്ടി എല്ലാം വെച്ച് ഓളെ കത്തിക്കാനോടി അച്ചാച്ചനെ വിളിച്ചേ. അജിതെ വിളിച്ചേ, അവരൊക്കെ കത്തിച്ചോ. ചേച്ചിയും താര ചേച്ചി കൂടെ ഒന്നിച്ചാണോ ഇടുന്നത്? ചേച്ചിയും വീടുകളിൽ ആണോ? പിന്നെ നമ്മുടെ വീടല്ലയോ. നെറ്റ് പ്രശ്നമായിരിക്കും. കത്തിച്ച് വെച്ചേക്കുന്ന വിളക്കേന്ന്. പിന്നെ 1 രൂപ ദക്ഷിണയെല്ലാം വെച്ച് പൂവെല്ലാം വെച്ച് അവിടെ എല്ലാം റെഡിയാ. ഇനിയിപ്പം അവിടെ കത്തിക്കുന്ന സമയത്ത് നമ്മൾ ആ വിളക്കേന്ന് വേണം ഇതിനകത്ത് കത്തിക്കാൻ. ഇവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുക. കർപ്പൂരം ഒഴിച്ച് ചൂട്ടും കൊതുമ്പും മാവിന്റെ ചിരട്ടയുണ്ട്, തൊണ്ടുണ്ട്. മാവിന്റെയോ പ്ലാവിന്റെയോ? മാവിന്റെ പൊട്ടി പ്ലാവിന്റെ. ചേച്ചി പ്ലാവിന്റെ ഇന്നലെ പറഞ്ഞത് ഞാൻ ചോദിച്ചു. കത്തിച്ചു തുടങ്ങിയില്ലെന്ന് തോന്നുന്നല്ലേ? കത്തിക്കുമ്പം 5 തിരിയിട്ട് വീടാകുമ്പം 5 ദിക്കിലോട്ടും നമ്മുടെ വീടല്ലേ. അത് കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പോൾ തിളച്ചല്ല പൊങ്കാലി വത്തി കഴിയുമ്പോൾ നമുക്ക് 5 തിരിയാണ് പിരിച്ചിട്ട് കിഴക്കോട്ടും പടിഞ്ഞാട്ടും മാത്രം ഇട്ടാൽ മതി. എല്ലാത്തിനും ചേട്ടൻ 10:30 കഴിഞ്ഞു. 10:30 കഴിഞ്ഞു. അങ്ങനെ ഇരിക്കട്ടെ.
അതുപോലെ തന്നെ അമ്മയ്ക്ക് ചൂട്ടുകറ്റ ആ ചൂട്ടുകറ്റ പ്രാധാന്യം ചൂട്ടുകറ്റ ഇട്ട് ആറ്റിയാൽ പൊങ്കാല അതുപോലെ ഇങ്ങനെ ചൂട്ടുകറ്റ ഇന്നവനെ കത്തിക്കോ സർവമംഗളമംഗല്യേ ശ്രീ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ നാരായണ നമസ്തുതേ ഹേ ദേവി അജ്വാലമേ ശരണാജ്വാലമേ ദേവി അതെ അതിലേക്ക് അന്നേരം ഇതിന്റെ തയ്യാറെടുപ്പ് ആകാൻ പോകുന്നത്. ശ്രീ മഹാരാജ്ഞി ശ്രീ സിംഹാസനേശ്വരി നല്ല സമയത്താ മോനെ നീ വന്നേ. ആണോ? എവിടെ പോയി? അമ്മ കത്തിച്ചോ? ഞങ്ങൾ രണ്ടും കൂടെ കലം വാങ്ങിക്കാൻ പോയി. അയ്യോ, ഞങ്ങളുടെ ശ്രീകൃഷ്ണൻ അവിടെ പഠിക്കുന്നത് അല്ലേ ചന്തു? ഇത് ദീപാച്ചിയുടെ ഹസ്ബൻഡാണ്. ദീപാച്ചിനെ അല്ലേ എപ്പോഴും TV വീഡിയോ കണ്ടിട്ടുള്ള കട ചെറുക്കം കാണിക്കുന്ന പരിപാടി ഉണ്ടോ? എടുത്തു ആ വീട്ടിലാദ്യമായിട്ടില്ലേ? അതെ, ഇപ്പഴില്ലേ? എത്ര 7 വർഷം പോയി ആറ്റുകാൽ. 7 വർഷം അല്ലേ? ഇപ്പഴില്ലേ എനിക്ക് എന്റെ വീട്ടില് ഇതുപോലെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടാനുള്ള ഭാഗ്യമുണ്ട്. ആറ്റുകാലമ്മേ കാത്തു സംരക്ഷിച്ചോണേ. മന്തിയെടുത്തോട്ട് പോലെ നാരായണ ലക്ഷ്മി ലക്ഷ്മി നാരായണ ഭദ്രേ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ തിളച്ചങ്ങ് പോട്ടടി. ഓ കത്തിക്കണോ? എല്ലാ സൈഡിലും ഒരുമാതിരി അരിയിലാകുന്നു. ശർക്കര അല്ലെങ്കിൽ തിളച്ച്
ആണോ? ഒരു തേങ്ങയുടെയാണ് പായസത്തിന് പറ്റും. ഇതിനാ കൽക്കണ്ട, അതിനൊന്നും വേണ്ട. കൽക്കണ്ട ഇടുവാന്നേ. കൽക്കണ്ട പായസാനപ്രിയ. ഇതിടുവാന്നേ, മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ. മഹാദേവിയെ, മഹാമായേ, സർവേശ്വരിയേ, പൊന്നമ്മേ, ആറ്റുകാലമ്മേ, ഭൈരവി, അമ്മേ, ഇഷ്ടപ്പെടുന്നേ, മഹാദേവി, മഹാമായേ, ചുക്കു ഏലക്കയും ജീരകവും കൂടെ. ഏലക്കയും ജീരകവും കൂടെ. നെയ്തായട്ടോ, നെയ്യാന്നേ ഒഴിക്കുന്നേ. നെയ്യ്. തലേ ദിവസം അല്ലേ ഒരിക്കലുണ്ടോണ്ട് ഒരു നേരം ചോറുണ്ടോണ്ട് വൈകിട്ട് ചോറുണ്ടായില്ല. അങ്ങനെ വേണം പിറ്റേ ദിവസം പൊങ്കാല ഇടാൻ. അരി കിട്ടില്ല. എൻ്റെ അമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പഴവും. പഴം കൂടി ഇതിനകത്തുള്ളത്. അങ്ങനെ പൊങ്കാല ഇടുമ്പോൾ നല്ല രുചികരമായിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൊടുക്കുമ്പോഴേ ചെറുപയർ പൊടിയാണേ. ഇത്തിരി അരിപ്പൊടി ഇടണ്ട. ചെറുപയറാണോ കൂടുതൽ? വെള്ളം കുടിക്കുന്ന ഇതിനെന്താണ് ഈ ചോറിന് വെള്ളം ചേർക്കാതെ പഴം ഇട്ടാ? വെള്ളം ചേർക്കാതെ പഴം ഇടണം. ശർക്കര ചേർക്കുവാണ്. പഴം കൊണ്ടുള്ള വെള്ളമായിരിക്കണം ഇതിൽ.
നമുക്ക് തലയ്ക്കൊക്കെ എന്തെങ്കിലും അസുഖവും തലവേദനയ്ക്കും ഒക്കെ ഉള്ളത് നേർച്ച നേരം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ്. മൊത്തം ഞങ്ങൾ 2 തേങ്ങയാ തിരുമിയത് പ്രയത്തിനും കൂടെ. ഈ പഴത്തിൻ്റെത് കൊണ്ട് വേണം ഇത് നനയാൻ. ഇതിനും ഏലക്കായൊക്കെ ചേർക്കും. ഏലക്കായും ചുക്കും ജീരകവും ചേർക്കും. കളയില്ല അരിയുന്നൊക്കെ തീക്കനലിൽ പായസം ഇതാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് കോർത്ത് മറ്റേ വഴനയിലക്കകത്ത്. ഇത് ചുമ്മാ ഉരുട്ടി വെക്കുക. ഇതല്ല, ഇത് തലയോട്ടിയുടെ രൂപത്തിൽ തല. അവരൊക്കെ ഇങ്ങനെ കണ്ണും മൂക്കും ഒക്കെ വെക്കും. അവന്റെ അച്ഛ മോനെ ഇങ്ങോട്ട് നീങ്ങിക്ക്. നീ ഇവിടെ മൂലക്കിട്ട് മാറി നിൽക്കുക. ഈ വെയിലത്തൊന്നും ഇവിടെ മാറി വെയിലത്ത് കയറിയിരിക്കുന്നു. ഇങ്ങനെ എണ്ണ ഉണ്ടോ? ഒറ്റ സംഖ്യ 21, 27, 29, 51, 41, അല്ലെങ്കിൽ 5, 7, 9. ഞാൻ 9 എണ്ണം ഉണ്ടാക്കാനായിരിക്കും. ഇതിപ്പോ എത്ര ഉണ്ട്? 27. പായസം വരുമ്പോ ഇനി അടുത്തത് വെക്കാൻ പോവാ. അങ്ങോട്ട് കൂട്ടി നമുക്ക് വീട്ടിലായോണ്ടാ നമുക്ക് ഒത്തത്. ഒരിക്കലും എനിക്ക് അതിന്റെ ആരോഗ്യ പ്രശ്നം അതിന് പറ്റത്തില്ല. ഇതിനി ഉണ്ടാക്കുന്നത് വിരളി. ഇതാണോ? അത് കോർത്തെടുക്കണം. തുടങ്ങുന്നത് ഇതിനകത്ത് കടലമ്മ ഇതാണോ? പയറുപൊടി, അരിപ്പൊടി മാത്രം. പയറുപൊടി ഉണ്ടോ? ഇല്ല, അരിപ്പൊടി മാത്രം. സാധാരണ അടയൊക്കെ പൊടി ഇതിനകത്തോട്ട് കുഴക്കുവാണോ? കുറച്ച് മതി ഞാൻ പറയാം. ഇത് വെള്ളം ചേർത്താണ് കഴിക്കുന്നത്. നമ്മൾ സാധാരണ എന്തോ കണ്ടു മിടുക്കനെ. ഒരെണ്ണം ഉണ്ടാക്കുമ്പോ 3 എണ്ണം.
മണ്ടപ്പുറ്റും മാത്രം ഉണ്ടാക്കാൻ. അപ്പൊ പിന്നെ ഒരാൾ പറഞ്ഞു അങ്ങനില്ല, ഒരു പാൽപ്പായസം കൂടെ ഇത് ഉണ്ടാക്കണം, വെള്ള പായസം കൂടെ ഉണ്ടാക്കണം. ഓ അതുണ്ടാക്കിയാ നമുക്ക് ഇവിടെ ആരും അപ്പൊ ഇതാകുമ്പോ മതി മതി മതി. മതി മതി മതി. ഇങ്ങനെ കോർത്ത് കോർത്ത് വെക്കും അല്ലേ? ഇലയെല്ലാം നല്ലതായിട്ട് വൃത്തിയായിട്ട് കാറ്റ് വെച്ചേക്കും. തുടച്ചെല്ലുമ്പോഴത്തേക്ക് എല്ലാത്തിനും ഭർത്താവാ കൂടെ നിൽക്കാം. അതല്ലേ കൂടെ നിൽക്കുന്നു. ഇന്നലെ 4 മണിയായപ്പോ എന്നെ പിടിച്ച് ഉണർത്തി. സമയം പോയി. 2 ഒരെണ്ണത്തിന് 2 കഷ്ടം. കുഞ്ഞെന്തിനാ മുകേഷ് ഒരെണ്ണം വരുമോ? വെച്ചേ ചോറൊന്നും വെച്ചേ 17 അല്ലേ? അല്ല മറ്റേ ഇതിൽക്കുട്ട ഇങ്ങോട്ട് അതാകുമ്പോ നല്ലപോലെ തീ കത്തി നല്ലപോലെ ആവിയുണ്ടല്ലോ അല്ലേ? കൈ കൊള്ളല്ലേ? ഇർക്കിലെ കോർത്താന്നേ. അതതിൻ്റെ ഇതിൻ്റെ മണ്ടയിലോട്ട് വെച്ച് അത് കണ്ടോ? അവസാനം എന്തോ ഒന്നും കൈയൊന്നും എഴുതാൻ വെള്ളം കുടിക്കുകയോ തുളസിയിലും വെള്ളപ്പൂവൊക്കെ ഇട്ടല്ലേ? തീർക്കാം. ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി തീർത്ഥസ്മിൻ സന്നിധം ഗുരു അങ്ങനെ പറഞ്ഞ് 3 പ്രാവശ്യം ഓരോ തുളസിയിലും ഇട്ട് തീർത്ഥം ശുദ്ധീകരിക്കണം. അല്ല നമ്മൾ മനുഷ്യരില്ലയോ, അതുപോലെ ഇത് ഒഴുക്കാനുള്ള തീർത്ഥം നമ്മളെ മന്ത്രം ചൊല്ലി തീർത്ഥമാക്കണം, തീർത്ഥം ശുദ്ധീകരിച്ചെടുക്കണം. ആ തീർത്ഥമേ നമുക്ക് ഇതേ കൂടെ ചുമ്മാ തുളസിയില എടുത്ത് വെച്ചാൽ പ്രാർത്ഥിച്ച്. അതിപ്പോ ഞാൻ ചെയ്യട്ടെ. ഞാനിപ്പോ ചെയ്യുന്ന എനിക്കത് ചെല്ലാതെ ചേച്ചി ഇപ്പൊ അങ്ങനെ ചൊല്ലി വെച്ചേക്കുന്ന ആ വെള്ളം എടുത്ത് ഞാൻ തളിക്കുന്നോണ്ട് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അന്നേരത്തേക്ക് പഠിക്കണം. ഇതെന്ത് അല്ലേ ചോദിച്ചത്? 1 വർഷം 365 ദിവസം ഇല്ലേ? ചെയ്യണം, അടുത്ത പ്രാവശ്യം ചെയ്യണം. അച്ഛൻ എന്നോട് പറഞ്ഞ അമ്മയെ നമുക്ക് ഇടേണ്ടതായിരുന്നു ഈ പ്രാവശ്യം. എനിക്ക് ഇത്ര വയ്യാതായിപ്പോട്ടെ ചേച്ചി. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് സ്പീഡ് നടക്കുകയില്ല. എന്റേത് ഞാൻ ഓർത്തത് പോലും അല്ല ഇതെല്ലാം ഇവിടെ അല്ലേ? ഇല്ലേ കൊച്ചേ? ഓം സമുദ്രായ നമഃ, ഓം കുമാരഗുരുവേ നമഃ, ഓം വിഭവകൃതായ നമഃ, ഓം മൂഷികവാഹനായ നമഃ, ഓം മൂഷികവാഹനായ നമഃ, ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി
ചിരഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമധ്യത ഉദ്യാൽപാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപപാശ്ചാര്യാക്രോധകാരാകുശോജ്വല മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്രസായക നിജാരുണ പ്രഭാപൂര മന്ദബ്രഹ്മാണ്ഡമണ്ഡലാം ചമ്പകാശോക പുന്നാക സൗഗന്ധീകല സക്കജ ഗുരുവിന്ദമണി ശ്രേണി കനക്രോഡീരമണ്ഡിത അഷ്ടമീചന്ദ്ര വിക്കാജ ദളിതസ്ഥല ശോഭിത മുഖചന്ദ്ര കളാഭ മൃഗനാഭിവിശേഷക വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക ഭക്തലക്ഷ്മീകരി ഭാഗാചലൻ മീനാവലോചന നവചമ്പക പുഷ്പാഭ നാസാ ദണ്ഡവിരാജിത താരകാന്തി തിരസ്കാരി നാസാഭരണപാസുര കദംബമഞ്ജരി ക്ലിപ്തകർണപൂരമനോഹര താടാംഗയുഗളീഭൂത തവനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവീക പോലഭൂ നവവിദ്രൂപ ബിംബശ്രീ നിത്യാരീരതനച്ചത ശുദ്ധവിദ്യാഗുരാഹാര ദിജപങ്കിതയോജ്വല കർപ്പൂരവീടി കാമോദ സമാകാർഷി ദിഗന്ധര നിജസല്ലാപ മാധുര്യ വിനഭക്ഷിത കച്ചവി മന്ദസ്മിത പ്രഭാപൂര മറ്റക്കാമേശ മാനസ അനാഗലീത സാദൃശ്യ ചിബുകശ്രീ വിരാജിത കാമേശവത്ത മാംഗല്യ സൂത്രശോഭിത കന്ധര കനകാംഗത കേയൂര കമനീയ ഭുജാനിത രത്നഗ്രവേയ ചിന്താകലോല മുക്താവലാനിത കാമേശ്വര പ്രേമരത്ന മണിവൃതി വനസ്ഥലി നാഭ്യാലകാല രോമാണി ലതാബലകുലദ്വയി രക്ഷരോമലതാധാരദാസമുന്നേയ മധ്യമ സനഭാരതളൻ മധ്യവട്ട ബന്ധവരിത്രയ അരുണാരുണ കൗസ്തുഭ വസ്ത്രാസ്വാത്കടീധരി രത്നകിങ്കണീകാരമ്യ രസനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ദവോരുദ്ദയാനിത മാണിക്യമംഗളാഹാര ജാനുദ്ദയവിരാജിത ഇന്ദ്രഗോപരിഷിക്ത കരുണാകാംബദ്വന്ദിക ഗൂഢഗുരുവാകൂർമപുഷ്ട ജൈഷ്ണുപ്രധാനിത നവദീതി സംജന്ന നവജ്ഞാനതമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരിക സിജ്ഞാനമണി മഞ്ജരി മണ്ഡിത ശ്രീപദാംബുജ മലയാളി മന്ദഗമന മഹാലാവണ്യചേവതി സർവാരുണ നവദ്യാംഗി സർവാഭരണ വിഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവസ്വാധീനവല്ലഭ സുമേരു മധ്യശൃംഗസ്ഥ ശ്രീമന്നാഗര നായിക ചിന്താമണി മൃഗാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവി സംസ്ഥ കദംബാവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷീഗണ സംഘാത സ്തോയമാനാത്മവൈഭവ പണ്ഡാസുരവധോയുക്ത ശക്തിസേന സമന്വിത സമ്പൽക്കരി സമാരൂഢ സിന്ദൂര വജ്രസേവിത അശ്വാരുഢാധിഷ്ഠിതാശ കോടി കോടി വിരാവൃതം ചക്രരാജരഥാരൂഢ സക്വാവിധ പരിഷ്കൃത ഏചക്രരഥാരൂഢ മന്ത്രണീപരിസേവിത ഇരുചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനി കാംക്ഷിപ്ത ഭക്തിപ്രകാരമധ്യത പണ്ഡസൈന്യവധോയുക്ത ശക്തി വിക്രമകർഷിത നിത്യപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക പണ്ഡപുത്രവധോയുക്ത ബാലാവിക്രമനന്ദിത മന്ത്രണ്യാംബ വിരചിത വിഷങ്കാവതദോഷിത വിശുക്രപ്രാണകരണ വരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർവിഘ്ന വിഘ്നയന്ത്രപ്രകർഷിത പണ്ഡാസുരേന്ദ്ര നിർമുക്ത ശാസ്ത്രപ്രത്യസ്തവർഷിണി കരാങ്കുലിനഭൂൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപദാസ്ത്രാഗ്നി നിർദഗ്ധാസുരസൈനിക മുദ്രാ ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനാഹാത്ഭുത ചാരിത്ര വഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസാദിശയജ്ഞാത ഷഡദ്വാതീതരൂപിണി അവ്യാജ കരുണാമൂർത്തി രസജ്ഞാന ദ്വാന്തദീപിക ആബാലഗോപവിദിത സർവാനുലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുരസുന്ദരി ശ്രീ ശിവ ശിവശക്തൈക്യ രൂപിണി ലളിതാംബിക ഏവം ശ്രീലളിതാ ദേവ്യേ നാമ്നം സഹസ്രകഞ്ചകൂ ശ്രീ ശിവ ശിവശക്തൈക്യ രൂപിണി ലളിതാംബിക ഏവം ശ്രീലളിതാ ദേവ്യേ നാമ്നം സഹസ്രകഞ്ചകൂ ശ്രീ ശിവ ശിവശക്തൈക്യ രൂപിണി ലളിതാംബിക ഏവം ശ്രീലളിതാ ദേവ്യേ നാമ്നം സഹസ്രകഞ്ചകൂ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ ഓം ദുർഗാം ദേവി ശരണമഹം പ്രപദ്യേ ഓം ദുർഗാം ദേവി ശരണമഹം പ്രപദ്യേ ഓം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹമശേഷമാവതുന്മൂലനാലയ
ലളിത സഹസ്രനാമം എല്ലാം ചെല്ലിയതിന് ശേഷമുള്ളതൊക്കെയാണ് ഇനി. അപ്പം എല്ലാം റെഡിയായി. ഇനി സമയമാകുമ്പോഴത്തേക്ക് തീർത്ഥമൊക്കെ തെളിച്ച് കർപ്പൂരം കത്തിച്ചെടുത്താൽ മതി. ഞാൻ കുറച്ച് വീഡിയോ എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ. പക്ഷേങ്കിൽ അവിടെ നിന്ന് ചെയ്യുന്ന ചിലപ്പോഴത്തേക്ക് എനിക്കത് മുഴുവനും എടുക്കാൻ തോന്നി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മുഴുവനും എടുത്തു. പക്ഷേ എൻ്റെ കാലിലൊരു വേദനയോ യാതൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ ഓർത്ത് അത്രയും നേരം അവിടെ നിൽക്കുമ്പോൾ കാല് അനക്കാൻ പറ്റാത്ത വേദനയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാം കൊണ്ട് അമ്മയുടെ, അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇല്ല ജീന നോക്കിയോ, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ജീനയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ലെന്ന് പറഞ്ഞ്. പൊങ്കാല ഇടാൻ പറ്റിയില്ലെങ്കിലും അതിലെല്ലാം പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൊങ്കാലയിടിയിലെല്ലാം കഴിഞ്ഞു. ഇനി തീർത്ഥമൊക്കെ തെളിക്കുന്നതാണ് ഇനിയുള്ള വീഡിയോസ് കേട്ടോ. ഇന്നലെ മൊത്തം ഉറങ്ങാതിരിക്കല്ലോ. രാത്രി ഒന്നും ഉറങ്ങിയില്ല. തിരുമേനി തോട്ടങ്കാവിലെ തിരുമേനി പറഞ്ഞ ശാന്തയൊക്കെ അതൊന്നും ഇല്ല. പുളിക്കുന്നതിൽ ഇതുണ്ടെന്ന്, ഊണുണ്ടെന്ന്. ഇത് വെച്ചിട്ട് കഴിച്ചേച്ച രുചി. കേട്ടോ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഇളക്കാം. നമുക്കെല്ലാം എടുക്കാം. ചേച്ചി കൈ കൊണ്ടിങ്ങി എടുത്തോ ടീച്ചർ. നല്ല ടേസ്റ്റ് കേട്ടോ. തന്നെയല്ല പറയാൻ ആ അമ്പലത്തിലാണ്. എന്നെ കാണിക്കാനെ കൊണ്ട് തലയാട്ടുവാന്നോ? അയ്യോ അല്ല, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ മുരളിയണ്ണ. ഞാൻ പറഞ്ഞാലും മുരളിയണ്ണ പറയല്ലേ. ഇത് നമ്മുടെ മറ്റേ മോദകത്തിൻ്റെ ഒക്കെ അതിൻ്റെ രുചി. പഴനി പോയിട്ട് വരുമ്പോഴത്തേക്ക് മോദകം കൊണ്ടുവരത്തില്ല. എത്തിച്ചേക്കാവേ. ആ
ഞാനും ഇനി അങ്ങോട്ട് പോട്ടെ. എന്നാലും എനിക്ക് ഇതൊക്കെ ഒന്ന് കൂടാനും എല്ലാം പറ്റിയതിനും അമ്മയുടെ അനുഗ്രഹം കിട്ടും. അത് തന്നെയല്ല ആദ്യത്തെ രുചി നോക്കാനും. അതെ, എനിക്ക് സന്തോഷമായി ചേച്ചി. വിളിച്ച് എപ്പോഴേ രുചി മധുരം. എന്നാ ഞാനും പോട്ടെ. എല്ലാം രുചിയുണ്ട്, നല്ല രുചിയാണ്, എല്ലാം നല്ല രുചിയാണ് പായസത്തിനും. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല വീട്ടിൽ ഇടുന്നതിൻ്റെ വീഡിയോസാണ് ഇനിയിപ്പോൾ ഇത്രയും നേരം എടുത്തത്. അപ്പോൾ എനിക്കും അറിയത്തില്ലായിരുന്നു ഈ ആറ്റുകാൽ പൊങ്കാല ഇങ്ങനെ വീട്ടിൽ ഇടാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു. ഗർഭിണികൾ പൊങ്കാല ഇടും, 7-ാം മാസം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ ആറ്റുകാലൊക്കെ പൊങ്കാല അത് വീട്ടിൽ ഇടും എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഫുള്ള് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല കേട്ടോ. പറയാത്തതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ അത് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു കാണുന്നതിൻ്റെ സുഖം ഒന്ന് പോകും. അതിൻ്റെ ആ രീതിയും കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞിട്ട് തന്നെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറുതാണോ വലുതാണോ എന്നൊന്നും അറിയത്തില്ല, എഡിറ്റ് ചെയ്തില്ല. അവസാനം ഞാൻ ഇങ്ങനെ വന്നിച്ച് പറയുന്നേ ഉള്ളൂ. നമുക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്തുകൊണ്ടെന്ന് നോക്കാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.